അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സനാബിൽ ഗ്രൂപ്പിലെ സ്നേഹാദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ സൂറത്തായ സൂറത്തുശ്ശൂറയുടെ പഠനം ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് പൂർത്തിയാക്കാനും ഇത് കേൾക്കാനും പഠിക്കാനും അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സൂറത്തിലേക്ക് പ്രവേശിക്കാം. ഈ സൂറത്ത് നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരി അസ്മ ഹുദയാണ്. ആദ്യമായി നമുക്ക് ഏതാനും ആയത്തുകളുടെ പാരായണം കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം ഐൻ സീൻ ഖാഫ്. كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم. كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم. له ما في السماوات وما في الأرض وهو العلي العظيم. له ما في السماوات وما في الأرض وهو العلي العظيم. تكاد السماوات يتفطرن من فوقهن تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض. ألا إن الله هو الغفور الرحيم. ഈ പാരായണം ആവർത്തിച്ച് കേട്ട് പരിശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, ആദ്യത്തെ 5 ആയത്തിൻ്റെ പാരായണം കേട്ടല്ലോ. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം ഐൻ സീൻ ഖാഫ്. ഇത് 2 ആയത്താണ്. ഹാ മീം ഐന് സീന് ഖാഫ്. ഹാ മീമും ആദ്യത്തെ 1-ാമത്തെ ആയത്ത്, ഐന് സീന് ഖാഫ് 2-ാമത്തെ ആയത്ത്. ഹുറൂഫുൽ മുഖത്ത എന്നും ഹുറൂഫുൽ ഹിജായിയ എന്നൊക്കെ ഇതിന് പേര് പറയും. അതായത് കേവലാക്ഷരങ്ങൾ. എന്തുകൊണ്ടാണ് ഇതിന് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത് എന്നതിന് കാരണം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവ ഓരോ അക്ഷരമായിട്ടാണ് ഉച്ചരിക്കാറുള്ളത്, ഒരു വാക്കായിട്ട് അത് ഉച്ചരിക്കുന്നില്ല. ഉദാഹരണം ഹ മീം, ഹ മീം, ഹ മീം. അല്ലാതെ ഹം എന്ന രൂപത്തിലോ ഹമ്മ ഹുമ്മ എന്ന രൂപത്തിലോ ഒന്നും ഒരു പദമായിട്ടിത് ഉച്ചരിക്കപ്പെടുന്നില്ല. രണ്ടും 2 അക്ഷരമായിട്ട് ഉച്ചരിക്കുന്നു. അതുകൊണ്ട് അവ ഹുറൂഫുൽ മുഖത്ത, മുറിക്കപ്പെട്ട അക്ഷരങ്ങൾ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്ന പേര് അറിയപ്പെടുന്നു. അതുപോലെ ഐൻ സീൻ കാഫ്, ഐന് സീന് കാഫ് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്?
അതുകൊണ്ട് ഇവക്ക് കേവലാക്ഷരങ്ങൾ എന്ന മലയാളത്തിൽ പ്രയോഗിക്കുന്നത് പോലെ അറബിയിൽ പിന്നെ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും. അത് ഹുറൂഫുൽ ഹിജായിയ എന്നും പറയാറുണ്ട്. ഏതാണ് ഹുറൂഫുൽ ഹിജായിയ എന്ന് പറയുന്നതാണോ ഹുറൂഫുൽ മുഖത്തഅത്ത് എന്ന് പറയുന്നതാണോ കൂടുതൽ ഉത്തമം എന്നതിൽ ആധുനിക പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെടുന്നത്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലായെ പോലെയുള്ളവർ പറയുന്നത് അത് ഹുറൂഫുൽ ഹിജായിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെയാണ് നല്ലത്. കാരണം അറബി ഭാഷയിലെ അക്ഷരങ്ങൾ മാത്രമാണത്. മുഖത്തഅത്ത് എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടത് എന്നല്ലേ, അക്ഷരങ്ങൾ മുറിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അക്ഷരങ്ങൾ പൂർണ്ണം തന്നെയാണ്. അപ്പൊ ഹുറൂഫുൽ ഹിജായിയ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായം. പേരെന്തുമാകട്ടെ, അറബി ഭാഷയിലെ കേവലാക്ഷരങ്ങളായ അഞ്ചക്ഷരങ്ങളെ കൊണ്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഈ അഞ്ചക്ഷരങ്ങൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതിന് തജ്വീദിൻ്റെതായ നിയമമുണ്ട്. ഇത് 4 ഹർക്കത്ത് അളവിൽ മദ് ലാസിമായിട്ട് ഓതേണ്ട കുറേ ഭാഗങ്ങളുണ്ട്. ആകെ 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അവയിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 5 അക്ഷരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത് ലാസിം എന്ന നിലക്ക്, അതായത് മദ് ലാസിം ദീർഘമായും നിർബന്ധമായും ദീർഘിപ്പിച്ചോതേണ്ടത് 6 ഹർക്കത്തിൻ്റെ ഖദർ, 6 ഹർക്കത്തിൻ്റെ അത്ര ദീർഘിപ്പിച്ചോതേണ്ടതായ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ സീന്, നൂന്, ഖാഫ്, സ്വാദ്, ലാമ്, കാഫ്, മീമ് എന്നുള്ള ഈ 7 അക്ഷരങ്ങളാണ്. ഇവയിൽ ഇത് വേണമെങ്കിൽ നമുക്കൊരു വാക്കായിട്ട് പറയുകയാണെങ്കിൽ സനഖുസ്സു ലക്കും എന്ന് പറയാം. സനഖുസ്സു ലക്കും എന്ന വാക്കിലെ സീൻ, നൂൻ, ഖാഫ്, സ്വാദ്, ലാമ്, കാഫ്, മീമ് ഈ 7 അക്ഷരങ്ങൾ 6 ഹർക്കത്തിൻ്റെ ഖദർ, 6 ഹർക്കത്തിൻ്റെ അത്രയും നീട്ടി ലാസിമായിട്ട് തന്നെ നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം. എന്നാൽ ഇതിൽ ഒരക്ഷരം ഐൻ, ഈ പറഞ്ഞതല്ല, ഇതിൽ പെടാത്ത മറ്റൊരക്ഷരമായ ഐന് 2 രൂപം അതിന് അനുവദനീയമാണ്. അതായത് ഇസ്ബാൾ, അതായത് ദീർഘിപ്പിച്ച് മദ് ലാസിമിൻ്റെ അത്ര തന്നെ 6 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി ഓതലും അതിൽ അനുവദനീയമാണ്. ഇനി അല്പം കുറച്ച് ഒരു മധ്യനില സ്വീകരിച്ചിട്ട് 4 ഹർക്കത്തിൻ്റെ അത്ര നീട്ടി ഓതലും അനുവദനീയമാണ്. അതിൽ ഉത്തമം 6 ഹർക്കത്തിൻ്റെ അത്ര തന്നെ നീട്ടിയിട്ട് മദ് ലാസിമ് പോലെ തന്നെ ഓതലാണ് ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ഈ ഐനിന് മാത്രം 4 6 ഹർക്കത്തുകൾ ഓതാവുന്നതാണ്. 6 ഹർക്കത്താണ് ഉത്തമം, 4 ഹർക്കത്തിൻ്റെ അളവും ആവുന്നതിന് തെറ്റില്ല. പൊതുവെ എല്ലാവരും പാരായണം ചെയ്യാറുള്ളത്, പൊതുവെ സ്വീകരിച്ചു വരുന്ന നിലപാട് ഈ 7 ഐനും കൂടിയിട്ട് 8 അക്ഷരങ്ങളും അവ 6 ഹർക്കത്തിൻ്റെ അത്ര തന്നെ നീട്ടി ഓതുക എന്നുള്ളതാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ ഹ, യാ, ത്വാ, ഹാ, റാ എന്നീ 5 അക്ഷരങ്ങൾ മദ് ത്വബീഇ അല്ലെങ്കിൽ മദ് അസ്ലി, അതായത് കുറച്ച് നീട്ടിയാൽ മതി. സാധാരണ ദീർഘം മാത്രം മതി, അതിന് 2 ഹർക്കത്തിൻ്റെ ഇത് നീട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നതിലുള്ള ഹാ മദ് ത്വബീഇന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതായത് 2 ഹർക്കത്തിൻ്റെ അത്ര മതി. അപ്പോൾ ഹ എന്ന് പറഞ്ഞാൽ മതി. മീം എന്നുള്ളത് മദ് ലാസിമിൻ്റെ അക്ഷരമാണ്. അത് 6 ഹർക്കത്തിൻ്റെ അത്ര നീട്ടണം. അപ്പോൾ നീട്ടേണ്ടത് ഹാമീം, ഹ 2ന്റെ അത്ര, മീം 6 അത്ര. അതായത് ഹ നീട്ടിയതിൻ്റെ 3 ഇരട്ടി നീട്ടണം അടുത്ത അക്ഷരമായ മീമിന് എന്നർത്ഥം. ചിലരത് തെറ്റി പാരായണം ചെയ്യാറുണ്ട്. ഹാവും മീമും ഒരുപോലെ നീട്ടും, ഹാ മീം എന്ന് തോന്നുന്നുണ്ട്. തെറ്റാണ്. ഹാ 2 ഹർക്കത്തിൻ്റെ ഖദർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അതിൻ്റെ അളവ്, ഖദർ എന്ന് പറഞ്ഞാൽ അളവ്. മീമ് 6 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. അതായത് ഹാ നമ്മൾ എത്ര നീട്ടുന്നുവോ അതിൻ്റെ 3 ഇരട്ടി നീട്ടണം മീമ് എന്നർത്ഥം. ഹാമീം, ഹാമീം ഈ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യണം. അതുപോലെ ഐന്, സീന്, ഖാഫ് ഇതിലെ ഐന് മുത്തവസ്സിത്തായിട്ടും ഓതാവുന്നതാണ്. അതായത് 4 ആയിട്ടും 6 ആയിട്ടും പാരായണം ചെയ്യാം. സീന്, ഖാഫ് ഇവ രണ്ടും 6 ഹർക്കത്ത് തന്നെ നിർബന്ധമാണ്. പൊതുവെ ഈ 3 അക്ഷരവും 6 ഹർക്കത്ത് നീട്ടി ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഐൻ, സീൻ, ഖാഫ് ഈ രൂപത്തിൽ തന്നെ ഓതേണ്ടതാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരു എളുപ്പം എന്ന നിലക്ക് മുസഹഫിൽ നോക്കിയാൽ
ഈ 6 അക്ഷരങ്ങൾ, അതായത് ദീർഘമായി ഓതേണ്ടതായ അക്ഷരങ്ങൾക്ക് ഈ കേവലാക്ഷരങ്ങളുടെ മുകളിൽ കേട്ടോ, അതിൻ്റെ മുകളിൽ ഒരു മദ്ദിൻ്റെ ചിഹ്നം ഇട്ടിട്ടുണ്ടാവും, വരെ കനപ്പിച്ചിട്ടുള്ള വര, മദ്ദിൻ്റെ ചിഹ്നം ഇട്ടിട്ടുണ്ടാവും. അവയെല്ലാം 6 ഹർക്കത്ത് നീട്ടി ഓതുക. ചുരുക്കത്തിൽ പഠിതാക്കൾ അധിക പേരും സാധാരണക്കാർ എന്നതുകൊണ്ടാണ് പറയുന്നത്. ആ അക്ഷരത്തിൻ്റെ കേവലാക്ഷരത്തിൻ്റെ മുകളിൽ കനപ്പിച്ച് കാണുന്ന മദ്ദിൻ്റെ ചിഹ്നമുള്ളത് അക്ഷരങ്ങളൊക്കെ 6 ഹർക്കത്ത് നീട്ടി ഓതുക. ഒരു ചിഹ്നവും കാണിക്കാത്ത ഹ പോലെ, ഹ ഇവിടെ എഴുതി കൊടുത്ത ഒരു ചിഹ്നം അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല മിക്ക മുസാഫിലും. അവ 2 ഹർക്കത്തിൻ്റെ അത്ര നീട്ടുക, അധികം നീട്ടണ്ടല്ല, ചെറിയ നീട്ടൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. ചില മുസാഹഫിൽ ഹാഇൻ്റെ മുകളിൽ ഒരു ചെറിയ നീട്ടുന്ന ഫത്തഹ്, ചെറിയൊരു അലിഫ് പോലെയുള്ള നീട്ടുന്ന ഒരു ഫത്തഹ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ മുസാഫുകളിൽ അത് കുറവാണ്. എന്നാലും ചില പ്രിന്റുകളിൽ ഹാഇൻ്റെ മുകളിൽ ഹ ഒരു നീട്ടുന്ന ഒരു ഫത്തഹ്, അതായത് നീട്ടുന്ന ഫത്തഹ് എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ചെറിയ അലിഫ് പോലുള്ളത്, ആ ചിഹ്നം കാണിക്കാറുണ്ട്. അതും ഉദ്ദേശിക്കുന്നത് 2 ഹർക്കത്തിൻ്റെ അത്ര നീട്ടിയാൽ മതി, ഒരുപാട് നീട്ടണ്ട, കുറച്ച് നീട്ടിയാൽ മതി. അതിൻ്റെ തൊട്ടക്ഷരമായ മീമിന് 6 ഹർക്കത്ത് നീട്ടാനുള്ള കനപ്പിച്ചിട്ടുള്ള മദ്ദിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കിയാൽ മതി സാധാരണക്കാർ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്താണ് ഈ കേവലാക്ഷരങ്ങളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം എന്താണ്? അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയല്ല, അതിനൊരർത്ഥമുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അർത്ഥമില്ല എന്ന് പറയുന്നവരെ ഖണ്ഡിച്ചുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ട് എന്ന് പറയുന്ന ന്യായം, വിശുദ്ധ ഖുർആനിൽ ഒരു വാക്കും ഒരു കലിമത്തും ഒരു അക്ഷരവും അർത്ഥമില്ലാത്തതില്ല, അങ്ങനെയാകുമ്പോൾ ഒരു വൃതാവില്ല, ഒരു അബസ്, ഒരു വെറുമ്പണിയാവില്ല. അങ്ങനത്തെ ഒരു അബസ്സൊന്നും അള്ളാഹ് ചെയ്യൂല. അതിനൊക്കെ പ്രത്യേകിച്ച് ആശയമുണ്ട്, അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ. അള്ളാഹു അഅലം. അത് അള്ളാഹുവിലേക്ക് തഫ്വീദ് ചെയ്യുക, അള്ളാഹുവിലേക്ക് വിട്ടേക്കുക. അതിൻ്റെ അർത്ഥം എന്താ, അത് അള്ളാഹു അഅലം. യാതൊരു അർത്ഥവും ആ അക്ഷരത്തിനില്ല, വെറും ഒരു അക്ഷരം അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പാടില്ല. എന്നാൽ അതിനും കൃത്യമായിട്ടൊരു അർത്ഥമുണ്ട്, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രം. അതോടൊപ്പം തന്നെ ഈ അക്ഷരങ്ങളെ സംബന്ധിച്ച് അത് ഒരുപാട് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് അറബികളോട് പറയാണ്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭാഷയിലുള്ള, അറബി ഭാഷയിലുള്ള വെറും അക്ഷരങ്ങൾ മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആനിലുള്ളത്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അക്ഷരമല്ലാതെ, നിങ്ങൾക്ക് പരിചയമുള്ള അക്ഷരമല്ലാതെ നിങ്ങൾക്ക് അപരിചിതമായ യാതൊരു അക്ഷരവും യാതൊരു പദവും ഇതിൻ്റെ അകത്തില്ല. എന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ഖുർആനിനെ പോലെയുള്ള മറ്റൊരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇതിലുള്ള ഒരു സൂറത്തിന് തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾ എഴുതിയുണ്ടാക്കി കൊണ്ടുവരൂ, എല്ലാവരും ശ്രമിച്ചുകൊള്ളൂ എന്ന് ഖുർആനിന്റെ വെല്ലുവിളി, ഖുർആനിന്റെ ഇജാസ്. ആ ഖുർആനിന്റെ ഇജാസും കൂടിയാണ്, അതിലേക്കുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഇത് എന്നാണ്. അല്ലയോ അറബികളെ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഭാഷയിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആനിന്റെ പദങ്ങളും വാക്കുകളും വാചകങ്ങളും സൂറത്തുകളും എല്ലാം ഉള്ളത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരക്ഷരം പോലും ഇതിലില്ല. എന്നിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വിശുദ്ധ ഖുർആൻ കൊണ്ടുവരാൻ കഴിയാത്തത് എന്ത് എന്നാണ് ഈ വാക്കിന്റെ, ഈ അക്ഷരങ്ങളുടെ പൊരുള് എന്ന് വിശദീകരിക്കപ്പെടുന്നവരുമുണ്ട്. അല്ലാഹു അഅലം. 3-ാമത്തെ ആയത്ത്, കദാലിക യൂഹി ഇലൈക വഇലല്ലദീന മിൻ ഖബലിക അല്ലാഹുൽ അസീസുൽ ഹകീം. കദാലിക, ഇപ്രകാരം അല്ലെങ്കിൽ അപ്രകാരം. അതേതാണ് ഇപ്രകാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അപ്രകാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ എന്നൊക്കെയല്ല ഇവിടെ പറയുന്നത്. കദാലിക, ഏതാണ് ഈ ദാലിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ അക്ഷരങ്ങളായ ഹ, മീം, ഐന്, സീന്, ഖാഫ്, അറബി ഭാഷയിലുള്ള അക്ഷരങ്ങൾ, ഇതേപോലെയുള്ള അക്ഷരങ്ങളെ കൊണ്ട് തന്നെയാണ്, അതാത് ഭാഷയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളത്. ഹിബ്രു ഭാഷയിൽ നൽകിയ വേദഗ്രന്ഥം ഹിബ്രു ഭാഷയിലെ അക്ഷരങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓരോ ഭാഷയിലും അവതരിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥങ്ങളൊക്കെയും അതാത് ഭാഷയിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കദാലിക, അപ്രകാരം തന്നെ അതാത് ഭാഷയിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യൂഹി ഇലൈക, നിനക്ക് അല്ലാഹു വഹി നൽകുന്നു, നിനക്ക് വഹി നൽകുന്നു. വ ഇലല്ലദീന മിൻ ഖബലിക, നിനക്ക് മുമ്പുള്ളവർക്കും മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി നൽകുന്നു. നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കുമൊക്കെയും അല്ലാഹു വഹി നൽകുന്നു.
അല്ലാഹുൽ അസീസുൽ ഹക്കീം, അസീസും ഹക്കീമുമായ അള്ളാഹു, പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹു. അസീസിന് പ്രതാപശാലി, പ്രതാപി എന്നൊക്കെ പറയാം. പിന്നെ ഹക്കീമിന് യുക്തിബോധമുള്ളവൻ, അഗാധ പാണ്ഡിത്യമുള്ളവൻ, സൂക്ഷ്മമായ അറിവുള്ളവൻ എന്നൊക്കെ പറയാം. അപ്പോൾ അസീസും ഹക്കീമുമായ അള്ളാഹു നിനക്കും നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി നൽകിയിരിക്കുന്നു. ഏതുപോലെ? ഈ പറഞ്ഞ അക്ഷരങ്ങളെപ്പോലെ. അഥവാ നിനക്ക് വഹി നൽകപ്പെട്ടതുപോലെ തന്നെ മുൻ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഈ വഹി ഒരു പുതുമയല്ല. ഇത് ലോകത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ മാനവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സുന്നത്ത്, അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നുള്ളത്. അത് അവരവരുടെ ഭാഷയിലുള്ള വേദഗ്രന്ഥവുമായി പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആയത്തിന്റെ പദാനുപദ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. കദാലിക, അപ്രകാരം, അല്ലെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ ഇതുപോലെ, രണ്ടർത്ഥത്തോടെ പ്രയോഗിക്കാറുണ്ട്. ഇതുപോലെ എന്നും പറയാം, അല്ലെങ്കിൽ അതുപോലെ എന്നും പറയാം. യൂഹി, വഹ്യ് നൽകുന്നു, ബോധനം നൽകുന്നു, ദിവ്യ സന്ദേശം നൽകുന്നു. ലക്ക, ഇലൈക്ക, നിനക്ക്. അപ്പോൾ കദാലിക, അപ്രകാരം, യൂഹി ഇലൈക്ക, നിനക്ക് വഹ്യ് നൽകുന്നു. വ ഇലല്ലദീന, ഒരു കൂട്ടർക്കും വഹ്യ് നൽകുന്നു. ആരാണ് ആ കൂട്ടർ? മിൻ ഖബിലിക, നിന്റെ മുമ്പുള്ള. അപ്പൊ നിനക്കും മിൻ ഖബിലിക, നിന്റെ മുമ്പുള്ളവർക്കും ഇപ്രകാരം തന്നെ വഹ്യ് നൽകുന്നു. അല്ലാഹു, അല്ലാഹു വഹ്യ് നൽകുന്നു. അൽ അസീസ്, പ്രതാപശാലിയായ അല്ലാഹു. അൽ ഹക്കീം, അഗാധജ്ഞാനിയായ അല്ലാഹു. ഇപ്രകാരം, അല്ലെങ്കിൽ യുക്തിമാനായ അല്ലാഹു വഹ്യ് നൽകുന്നു. അടുത്ത ആയത്ത്, നാലാമത്തെ ആയത്ത്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അലിയ്യുൽ അളീം. ലഹു, അവനാകുന്നു, ആ അല്ലാഹുവിനാകുന്നു, മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതെല്ലാം, വമാ ഫിൽ അർളി, ഭൂമിയിൽ ഉള്ളതും അവന് തന്നെയാകുന്നു. വഹുവ, അവൻ, അൽ അലിയു, അവൻ ഉന്നതനാകുന്നു, അൽ അളീം, മഹാനുമാകുന്നു പടച്ച റബ്ബ്. അപ്പൊ ഇവിടെ വിശദീകരിക്കുകയാണ് അള്ളാഹുവിന് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അവന്റെ അധികാര പരിധിയിലുണ്ട്. അത് ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുണ്ട്. അപ്പൊ ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്, ഇവിടെ ആകാശത്തെപ്പറ്റി ബഹുവചനമായിട്ടാണ് പ്രയോഗിച്ചത്. ആകാശങ്ങളിലുള്ളതെല്ലാം അവനുണ്ട്. ഭൂമിയെ പറ്റി പറഞ്ഞതോ വൽ അർളി വമാഫിൽ അർളി, ഭൂമിയിലുള്ളത് ഏകവചനമായിട്ടാണ് പ്രയോഗിച്ചത്. ഭൂമിയും അതുപോലെ തന്നെ 7 ഭൂമിയാണ് എന്നുള്ള പരാമർശം ഖുർആനിലുണ്ട്. അത് വഴിയെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവാണ് 7 ആകാശങ്ങളെ പടച്ചത്. അതുപോലെ തന്നെ ഭൂമിയും പടച്ചു. ഭൂമിയിലും മിസ്ലഹുന്ന, അതുപോലെയുള്ളത് ആ 7 എണ്ണം തന്നെ ഭൂമിയായിട്ടും സൃഷ്ടിച്ചു. അപ്പോൾ 7 ആകാശങ്ങൾ എന്താണ് അത് നമുക്കിന്നും വ്യക്തമായിട്ടില്ല. 7 ഭൂമി എന്താണ്? 7 വൻകരകളാണോ, 7 ഭൂഖണ്ഡങ്ങളാണോ? ആണ് എന്ന് പറയാൻ കഴിയില്ല. അതെല്ലാം കൂടെ കൂടിയാലല്ലേ ഒരു ഭൂമിയാവുള്ളൂ. അപ്പൊ ആകാശങ്ങളെ തട്ടുകളായി സൃഷ്ടിച്ചു എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. തിബാക്കൻ, അടുക്കുകളായി, തട്ടുകളായി സൃഷ്ടിച്ചു എന്നാ. പല ഹദീസുകളിലും അങ്ങനെ തന്നെ കാണാം. 1-ാം ആകാശം, 2-ാമത്തെ ആകാശം, 3-ാമത്തെ ആകാശം എന്നിങ്ങനെ തുടങ്ങിയിട്ട് 7 ആകാശം, 7 ആകാശങ്ങൾക്കും ഉപരിയിലാണ് അള്ളാഹുവിൻ്റെ ലോകം. അതവിടെയാണ്. അവിടെ സൃഷ്ടിജാലങ്ങൾക്ക് യാതൊരു പ്രവേശനവുമില്ലാത്ത ഒരു ഭാഗം. അല്ലാഹു അലം എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ മിഅ്റാജിന്റെ രാത്രിയിൽ വാനലോകത്തേക്ക് കയറിപ്പോയപ്പോഴെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ടല്ലോ, 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാമത്തെ ആകാശം എന്ന് തുടങ്ങി ഓരോ ആകാശങ്ങളുടെയും വാതിലുകൾ തുറക്കപ്പെട്ടതും ജിബ്രീൽ അലൈഹിസ്സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങോട്ട് പ്രവേശിച്ചതും അവിടെ മലക്കുകൾ ചോദിച്ചതും ഒക്കെ കാര്യങ്ങൾ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആകാശങ്ങൾ തട്ടുകളായി, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അല്ലാഹു അലം എങ്ങനെയാണത് സംവിധാനിച്ചത് എന്ന്. 1-ാം ആകാശത്തെ പറ്റി തന്നെ, ഭൂമിയോട് അടുത്ത് കിടക്കുന്നതാണ് ഈ 1-ാമത്തെ ആകാശം എന്ന് പറയുന്നത്, സമാ ഉദ്ദുനിയ. ഈ 1-ാമത്തെ ആകാശത്തെ പറ്റി തന്നെയുള്ള പഠനം എവിടെയും എത്തിയിട്ടില്ല. അവിടെ നമ്മൾ നിൽക്കുന്നത് ഭൂമി പിന്നൊന്നും കണ്ട് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രന് ചൊവ്വയിലേക്കുള്ള ദൗത്യവുമായിട്ട് ഇങ്ങനെ നീങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്നു.
സൂര്യനെ പറ്റിയിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണൊക്കെ കുറെ ഊഹങ്ങളും ധാരണകളുമാണ്. പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ചില നക്ഷത്രങ്ങളാണ്. ഭൂമിയോട് വളരെ അടുത്ത് കിടക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇതിനേക്കാളും കോടാനുകോടി നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്തിൽ തന്നെ മനുഷ്യന് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത, എത്ര ശക്തിയേറിയ സൂക്ഷ്മദർശിനികൾ ഉണ്ടാക്കിയിട്ടും കണ്ടെത്താൻ കഴിയാത്ത ലോകമാണ് ഒന്നാം ആകാശം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള 2ഉം 3ഉം തുടങ്ങിയിട്ടുള്ള 7 വരെയുള്ള ആകാശങ്ങൾ എന്താണ് എന്നുള്ളത് അല്ലാഹു ആലം. അത് അല്ലാഹ്ക്കല്ലാതെ ആർക്കും അറിയാൻ സാധിച്ചിട്ടില്ല, സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെയുള്ള 7 ആകാശങ്ങൾ പടച്ചത് അല്ലാഹുവാണ്. അതിൻ്റെ സർവ്വാധികാരങ്ങളും അവൻ്റെ കയ്യിലാണ്. കഴിഞ്ഞില്ല. ഭൂമി, നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയും ഭൂമിക്കടിയിലുള്ളതും അതിൻ്റെ പാതാളവും ഭൂമിയുടെ ഉൾഭാഗത്തുള്ളതും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ലാവ അല്ലേ? ഭൂമിക്കടിയിൽ അതിതീവ്രമായ ചൂടുള്ള ലാവയാണ് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിക്കടിയിൽ. അതിനെ തണുപ്പിക്കാൻ വേണ്ടി പടച്ചറബ് ഭൂഗർഭജലം വെച്ചിരിക്കുകയാണ്, റിസർവായിട്ട് വെച്ചിരിക്കുകയാണ്, പുറത്തേക്ക് വരാതിരിക്കാൻ. അത് എവിടെയെങ്കിലും പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് നിശ്ചയിച്ച ഭാഗത്ത് പടച്ചറബ് അഗ്നിപർവ്വതങ്ങളായിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഒക്കെ അള്ളാഹുവിൻ്റെ കുദറത്ത, അള്ളാഹുവിൻ്റെ ചില കണക്കുകൂട്ടൽ, അവൻ്റെ ചില തീരുമാനങ്ങൾ, നിശ്ചയങ്ങളാണ്. അപ്പൊ ഈ ഭൂമിയിലുള്ളത് മുഴുവനും, ആകാശങ്ങളിലുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റെ അധീനതയിലുള്ളതാണ്. അവനുള്ളതാണ്, അവൻ്റെ അധികാരത്തിൽപ്പെട്ടവതാണ്. അവൻ മഹാനാണ്, അല്ല അലിയാണ്, അത്യുന്നതനാണ് അവൻ. അൽ അലീം, മഹാനുമാകുന്നു, ഉന്നതനും മഹാനുമാകുന്നു പടച്ചറബ്. ഈ അള്ളാഹുവിനോടായിരിക്കണം നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത്, അർത്ഥിക്കേണ്ടത്, ആവശ്യങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കേണ്ടത് എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. കാരണം എന്താ? അവൻ്റെ കയ്യിലാണ് സർവ്വമുള്ളത്. അവൻ്റെ കയ്യിലുള്ളത് അവനോട് ചോദിക്കല്ലാതെ വേറെ ആരോടോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. 5-ാമത്തെ ആയത്ത്. تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم. തെക്കാതു സമാവാത്തു, ആകാശങ്ങൾ ആകാറായിട്ടുണ്ട്. തെക്കാതു എന്ന് പറഞ്ഞാൽ ആകാറായതാ, ഇപ്പം സംഭവിക്കും എന്ന രൂപത്തിലുള്ളതിനാണ്, ഇപ്പം ആ കാര്യം നടക്കും എന്നതിന് പ്രയോഗിക്കുന്നതാണ് തെക്കാതു. ആകാറായിട്ടുണ്ട്. അസ്സമാവാത്തു, ആകാശങ്ങൾ ആകാറായിട്ടുണ്ട്. യതഫത്തർന, പൊട്ടിപ്പിളരാനായിട്ടുണ്ട്. ആകാശങ്ങൾ പൊട്ടിപ്പിളരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ മിൻ ഫൗഖിഹിന്ന, അവയുടെ ഉപരിഭാഗത്ത് നിന്ന്. ഈ ആകാശങ്ങളൊക്കെ ആകാശത്തിൻ്റെ ഉപരിഭാഗത്ത് നിന്ന് അവയെല്ലാം പൊട്ടിപ്പിളരാറായിരിക്കുന്നു, പൊട്ടിപ്പിളർന്നു പോകാറായിരിക്കുന്നു. വൽ മലായികത്തു, മലക്കുകളോ യുസബ്ബിഹൂന, അവർ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മലക്കുകൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം. ബിഹംദി, സ്തുതിക്കുന്നതോടൊപ്പം അഥവാ സ്തുതിച്ചുകൊണ്ട്. റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവരൊക്കെ യുസബ്ബിഹൂന, അവർ പ്രകീർത്തനം ചെയ്യുന്നു. ആര്? അൽ മലായികത്ത്, മലക്കുകൾ. വയസ്തഗ്ഫിറൂന, അവർ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, അഥവാ പാപമോചനം തേടുകയും ചെയ്യുന്നു. ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക്. ലിമൻ, ഒരുത്തർക്ക്. ഫിൽ അർളി, ഭൂമിയിലുള്ളവരായ. അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടുമിരിക്കുന്നു, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുമിരിക്കുന്നു. അല, അറിയുക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ, അവൻ, അൽ ഗഫൂറു, അധികം പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീം, വലിയ കരുണാനിധിയുമാകുന്നു പടച്ചറബ്, കാരുണ്യവാനുമാണ്. ഇതാണ് വാക്കിൻ്റെ അർത്ഥം. തെക്കാതു, ആവാറായി, സമാവാത്ത്, ആകാശങ്ങൾ, യതഫത്തർന, പൊട്ടിപ്പിളരാറായി, മിൻ ഫൗഖിഹിന്ന, അവയുടെ ഉപരിയിൽ നിന്ന്. വൽ മലായികത്തു, മലക്കുകൾ, യുസബ്ബിഹൂന, അവർ പ്രകീർത്തനം ചെയ്യുന്നു. ബിഹംദി, സ്തുതിച്ചുകൊണ്ട് അഥവാ സ്തുതിക്കുന്നതോടൊപ്പം. റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ. വയസ്തഗ്ഫിറൂന, അവർ
പാപമോചനം തേടുകയും ചെയ്യുന്നു, അഥവാ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലിമൻ ഫിൽ അർലി, ലിമൻ ഒരുത്തർക്ക്, ഫിൽ അർലി ഭൂമിയിലുള്ളവർക്ക്, ലിമൻ ഫിൽ അർലി ഭൂമിയിലുള്ളവർക്ക്. അല അറിയുക, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, തീർച്ചയായും അല്ലാഹു ഹുവ അവൻ, അൽ ഗഫൂറു അധികമായി പൊറുക്കുന്നവനാണ്, അർ റഹീം കരുണാനിധിയുമാകുന്നു. അപ്പൊ എന്താ ഈ 5-ാമത്തെ ആയത്തിൽ പറയുന്നത്? ആകാശങ്ങൾ അവയുടെ ഉപരിയിൽ നിന്ന് പൊട്ടിപ്പിളരാറായിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട് പൊട്ടിപ്പിളരുന്നു എന്നാണ്? എന്ത് കാരണത്താലാണ് ആകാശങ്ങൾ പൊട്ടിപ്പിളരാനായിട്ടുള്ളത്? പിളർന്നു എന്നല്ല, പൊട്ടിപ്പിളരാൻ മാത്രം ഗാംഭീര്യമുള്ള ഒരു വിഷയമാണിത് എന്നാണ്. ഏതാണ് ഈ വിഷയം? വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ മഹത്വവും ശക്തിപ്രഭാവവും അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കഴിവുകൾ, അവൻ്റെ കഴിവുകൊണ്ട്, അതിൻ്റെ മഹത്വം കൊണ്ട് ആകാശങ്ങളൊക്കെയും പൊട്ടിപ്പിളരാറായിട്ടുണ്ട്. അത്രയും ഉന്നതനായ, മഹാനായ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ശക്തി ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മഹത്വത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും അതുപോലെ ഒക്കെയുള്ള ആ അള്ളാഹു അവൻ്റെ ശക്തി കൊണ്ടും അവൻ്റെ കഴിവ് കൊണ്ടും അവൻ്റെ മറ്റെല്ലാ സിഫത്തുകളെ കൊണ്ടും എല്ലാം പടച്ച റബ്ബ് അത്യുന്നതനായിരിക്കുന്നു. അതിൻ്റെ മഹത്വം വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ ആകാശങ്ങൾ പോലും പൊട്ടിപ്പിളരാൻ മാത്രമുണ്ട് അവൻ്റെ മഹത്വം. ആ ആകാശങ്ങളിൽ മഹത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ആ ആകാശങ്ങളുടെ മേൽ വെക്കുകയാണെങ്കിൽ ആ ആകാശം പോലും പൊട്ടിപ്പിളരും. അത്രമാത്രം ഭാരിച്ച മഹത്വമാണ് പടച്ച റബ്ബിൻ്റെത് എന്ന് ഒരു ഉദാഹരണ രൂപത്തിൽ പറഞ്ഞതാണ്. ഇനി അതല്ല, ഈ ആകാശം പൊട്ടിപ്പിളരുന്നു എന്ന് പറഞ്ഞത് മുശ്രിക്കുകളായ ആൾക്കാർ, മനുഷ്യർ അള്ളാഹുവിന് പങ്കാളികളെ വെച്ചിട്ട്, അള്ളാഹുവിന് സമന്മാരെ വെച്ചിട്ട്, അള്ളാഹുവിന് പുത്രന്മാരെ സങ്കല്പിച്ച്, അള്ളാഹുവിന് പുത്രിമാരെ സങ്കല്പിച്ച്, അങ്ങനത്തെ കുറേ വിഭാഗങ്ങളുണ്ട്. വിശ്വാസത്തിന് പിഴച്ചു പോയ വിശ്വാസം. മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണെന്ന് വിശ്വസിച്ചിരുന്നു അറബികൾ. അത് മഹാഗൗരവമുള്ള വിഷയമാണ്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നു ക്രൈസ്തവ സഹോദരങ്ങൾ. അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന മഹാ അപരാധമാണത്. ഉസൈർ അലൈഹിസ്സലാം പ്രവാചകൻ, ഉസൈർ എന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറയുന്നു ജൂതര്. മഹാ അപരാധമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോന്നും അള്ളാഹുവിന് സമന്മാർ വെക്കുന്നു, പല ആരാധ്യ വസ്തുക്കളെയും വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് കളങ്കം വരുത്തുകയാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് സമന്മാരെ സ്ഥാപിക്കലാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ, അസ്മാവുകളിൽ സമന്മാരെ സ്ഥാപിക്കുകയാണ്. അങ്ങനെ സമന്മാരെ സ്ഥാപിച്ചത് കാരണം അതിൻ്റെ ഗൗരവം നിമിത്തം ആകാശങ്ങൾ പോലും പൊട്ടിപ്പിളരാറായിട്ടുണ്ട്. സൂറത്ത് മറിയമിൽ സൂചിപ്പിച്ചതുപോലെ അതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും അർത്ഥം പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഏതുമാകട്ടെ, ഗാംഭീര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൻ്റെ ഗൗരവം കൊണ്ട് ആകാശലോകങ്ങൾ പോലും പൊട്ടിപ്പിളരാറായിരിക്കുന്നു. ഇതാണ് പടച്ച റബ്ബ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ ആകാശങ്ങളിലുള്ള മലക്കുകൾ അവരെന്ത് ചെയ്യുന്നു? അവർ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആദമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അലൈഹിസ്സലാം മലക്കുകൾ പറഞ്ഞല്ലോ, നിന്നെ സ്തോത്ര കീർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളില്ലേ, നിനക്ക് തസ്ബീഹ് ചെല്ലാൻ ഞങ്ങളില്ലേ, പിന്നെന്തിനാ മനുഷ്യന്മാരെ എന്ന് മലക്കുകൾ ചോദിച്ചല്ലോ. ആ മലക്കുകളൊക്കെയും എന്നുമെന്നും അള്ളാഹുവിനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, അവനെപ്പോഴും ഹംദ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തസ്ബീഹും തഹ്മീദും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ. ഒപ്പം ആ മലക്കുകൾ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ്. വലിയൊരു കാര്യം അത്, നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്. നമ്മളാ ചിന്തയില്ല. മലക്കുകൾ നമുക്ക് വേണ്ടി നാം ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണമെന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഇന്നാലിന്ന അടിമ അവൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, പടച്ചവനെ നീ അത് അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ മലക്കുകളുടെ തേട്ടം കിട്ടണം നമുക്ക്. എപ്പോഴും നമ്മുടെ കൂടെ ഒരു മലക്കുണ്ട്, എല്ലാ മനുഷ്യന്റെ കൂടെയും മലക്കുണ്ട്.
ആ മലക്ക് പലതരത്തിലുള്ള മലക്കുകളെ അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ തേട്ടം പ്രാർത്ഥന കിട്ടണം. നമുക്കത് ഓർമ്മ വേണം. അള്ളാഹുവിന്റെ മലക്കുകൾ, അസംഖ്യം മലക്കുകൾ മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ബോധം എപ്പോഴും വേണം. എന്നിട്ട് അള്ളാഹ് പറയാ, അലാ ഇന്നല്ലാഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിക്കോളി, അള്ളാഹു അത്യധികം പാപം പൊറുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അള്ളാഹുവിന്റെ മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടുന്നുണ്ട്. അള്ളാഹു ആണെങ്കിലോ നിങ്ങൾക്ക് ഏറെ പുറത്തു തരുന്നവനാണ്. റഹീം, കരുണാനിധിയാണ് പടച്ച റബ്ബ്. ആ അള്ളാഹുവിന്റെ കാരുണ്യം വേണ്ട നമുക്ക്. അള്ളാഹുവിനോട് സദാ ഇസ്തിഗ്ഫാർ ചെയ്യട്ടോ. മനുഷ്യരാണ്, തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവും മനുഷ്യ സഹജമായി. ആ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള പാഠം ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവുമായിട്ട് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.